സിനിമാ ഭ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് സംവിധായകൻ അഖിൽ അനിൽകുമാറാണ്. വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. വീണ്ടും ഒരു ആക്ടർ ഓറിയന്റഡ് എന്നുള്ള രീതിയിലേക്ക് ക്യാരക്ടറിനെ കൊണ്ടുപോകാനുള്ള ആ ഒരു മോട്ടീവ് എന്തായിരുന്നു? ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ പേടിയുള്ള ഒരാൾക്ക് സിനിമ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഹൈ. ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പേടിയുള്ളതാണ് സിനിമ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സിനിമ വെച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളിലാണ് എനിക്ക് പറയാൻ ഞാൻ സ്ട്രോങ്ങറായിട്ട് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഞാൻ അതിലാണ് സ്ട്രോങ്. എല്ലാ സിനിമയും എൻ്റെ ആദ്യത്തെ അവസാനത്തെ സിനിമ, എൻ്റെ ആദ്യത്തെ സിനിമ എൻ്റെ അവസാനത്തെ സിനിമ. എൻ്റെ ചിലപ്പോൾ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ആ മൈൻഡ് സെറ്റിലാണ് എല്ലാ സിനിമകളും വർക്ക് ചെയ്യുന്നത്. എഴുത്തിലാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. കാരണം എഴുത്ത് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അടുത്തതെല്ലാം ഓക്കെ സ്ട്രോങ് ആയിട്ട് പോകുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിന് എൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് പഠിച്ചൊരു പാഠം. അത് കാരണം എന്താ പറയുക, എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അതിൽ പണിയാൻ പറ്റുന്നത്. ഒരു ഐറ്റം ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ആരും ഒന്ന് ഇൻപുട്ട് ഒരു കാര്യമില്ല. ഈ പ്രൊഡക്ഷനെ മീറ്റ് ചെയ്യുന്നത് ഇനിയും കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കുമോ? നമ്മുടെ കയ്യിലൊരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ, നമുക്കത് സ്ട്രോങ് ആണെന്ന് തോന്നുകയാണെങ്കിൽ പക്കയാണെങ്കിൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും കയറി ചെന്ന് കഥ പറയാനുള്ള ഓപ്ഷൻ ഇപ്പോഴും. അതൊരു ബിഗിനർക്കും ഉണ്ട്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കും ഉണ്ട്. ഏറ്റവും വലിയ മൊമെൻറ്റ് സംഭവിച്ചത് സിനിമ കഴിഞ്ഞ് എൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് എനിക്ക് കൈ ചെയ്തു. എൻ്റെ ഫസ്റ്റ് സിനിമയ്ക്ക് സെക്കൻഡ് സിനിമയ്ക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ചെയ്യുമ്പോഴൊന്നും കിട്ടിയില്ല. പക്ഷെ അച്ഛൻ കളിക്കണം, അതുകൊണ്ടൊരു കൈ തന്നു. അത് ഭയങ്കര അടിപൊളി മൊമെൻ്റ് ആയിരുന്നു.